ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സ്റ്റുഡൻസിന് ഇന്ന് എടുക്കാൻ പോകുന്ന ചാപ്റ്ററാണ് മെഡിക്കൽ റെക്കോർഡ്സ്. മെഡിക്കൽ റെക്കോർഡ്സ് എന്ന് വെച്ചാൽ ഒരു പേഷ്യൻറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ്. ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ പേഷ്യൻറ്റിൻ്റെ ക്ലിനിക്കൽ ഫൈൻഡിങ്സ്, എന്താണ് രോഗം, അതേപോലെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് റിസൾട്ട്, അവരുടെ രോഗം കണ്ടെത്തിയ റിപ്പോർട്ട് റിസൾട്ട്, അതിനുശേഷം അതിൻ്റെ അകത്ത് ഉണ്ടാവുക ട്രീറ്റ്മെൻറ്റ് ഗിവൺ, എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ആ പേഷ്യൻറ്റിന് കൊടുത്തിട്ടുണ്ട്, ഈ കാര്യവും മെഡിക്കൽ റെക്കോർഡിൽ ഉണ്ടാവും. അതേപോലെ മെഡിക്കേഷൻസ്, എന്തൊക്കെ മെഡിസിൻസ് ആണ് ഈ പേഷ്യൻറ്റിന് കൊടുത്തിട്ടുള്ളത്, ഈ കാര്യങ്ങളൊക്കെ അടങ്ങിയ ഡോക്യുമെൻ്റ് ആണ് മെഡിക്കൽ റെക്കോർഡ്. ഈ മെഡിക്കൽ റെക്കോർഡ് കൃത്യമായിട്ടുണ്ടെങ്കിൽ അടുത്ത ഡോക്ടർക്ക്, ഈ പേഷ്യൻ്റ് ഇനി കാണാൻ പോകുന്ന അടുത്ത ഡോക്ടർക്ക് ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടി എളുപ്പമാവും. അവർക്ക് വീണ്ടും അവരെ ഓരോന്നും ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഈ മെഡിക്കൽ റെക്കോർഡ് നോക്കിയാൽ ഡോക്ടർക്ക് പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റ് എളുപ്പമായിരിക്കും. സോ MRD, മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് ഒരു ഹോസ്പിറ്റലിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ MRDയിൽ OPD ഡീറ്റെയിൽസും ഉണ്ടാവും, IPD ഡീറ്റെയിൽസ് ഉണ്ടാവും. OPD എന്ന് വെച്ചാൽ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, IPD ഇൻപേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. നെക്സ്റ്റ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർ MRD, അതിൻ്റെ ആവശ്യകത എന്താണെന്ന് നോക്കാം. ഇപ്പം മെഡിക്കൽ റെക്കോർഡ് റിട്രീവ് ചെയ്യാൻ, മുൻപേ ട്രീറ്റ്മെൻറ്റ് എടുത്ത ഒരു കേസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ മെഡിക്കൽ റെക്കോർഡ് റിട്രീവ് ചെയ്യാൻ MRD ആവശ്യമാണ്. ഇപ്പോൾ ഒരാളുടെ ബോഡിയിൽ, പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ എന്തെങ്കിലും ഡാമേജോ ലോസോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മെഡിക്കൽ റെക്കോർഡ് റിട്രീവ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അതാണ് MRDയുടെ പ്രധാനപ്പെട്ട ആവശ്യം. പിന്നെ ഒരു ഡോക്ടറെ ഒപ്പീനിയൻ എടുക്കാനോ അല്ലെങ്കിൽ ആ ഡിസീസിനെ കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ MRD ആവശ്യമാണ്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് മെയിൻറ്റെയിനിങ് എ മെഡിക്കൽ റെക്കോർഡ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെഡിക്കൽ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഒന്നാമത്തേത് മോണിറ്ററിങ് ദി ആക്ച്വൽ പേഷ്യൻറ്റ്. ഒരു പേഷ്യൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അവർക്ക് നമ്മൾ ഓരോ സമയവും ചെക്കപ്പ് ചെയ്യണമെന്നില്ല, നമ്മൾ അവരുടെ മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ചാൽ മതി. രണ്ടാമത്തെ കാര്യമാണ് മെഡിക്കൽ റിസർച്ച്. മൂന്നാമത്തത് മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ എഡ്യൂക്കേഷൻ. ഇനി ഇൻഷുറൻസ് കേസ്, അതേപോലെ പേഴ്സണൽ ഇഞ്ചുറി അല്ലെങ്കിൽ ക്രിമിനൽ കേസ്, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ എന്ത് വേണം? മെഡിക്കൽ റെക്കോർഡ് ആവശ്യമാണ്. ഇനി മാൽപ്രാക്ടീസ് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്ത് എന്തെങ്കിലും മാൽപ്രാക്ടീസ്, എന്തെങ്കിലും ശരിയായ രീതിയിലല്ലാത്ത പ്രവർത്തനം നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ റെക്കോർഡ് പരിശോധിച്ചാൽ മനസ്സിലാവും. അതേപോലെ മെഡിക്കൽ ഓഡിറ്റ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡീസ്, ഇതിനൊക്കെ എന്താവശ്യമാണ്? മെഡിക്കൽ റെക്കോർഡ് ആവശ്യമാണ്. നെക്സ്റ്റ്, ഓൾട്ടറിങ് മെഡിക്കൽ റെക്കോർഡ്സ്. ഇപ്പോൾ ഒരു മെഡിക്കൽ റെക്കോർഡ്സിൽ എങ്ങനെ നമുക്ക് ചേഞ്ച് വരുത്താം? ഇപ്പം നമ്മൾ ഹ്യൂമൻ ബീങ്സിന് എറർ സംഭവിക്കാം അല്ലേ? അപ്പം ആ എറർ നമുക്ക് എങ്ങനെ തിരുത്താം? നമ്മളിപ്പോൾ സാധാരണ നമ്മളൊരു നോട്ട്ബുക്കിൽ നമ്മൾ എഴുതുവാണെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ഇങ്ങനെ കുത്തി വരഞ്ഞിട്ടില്ലേ? അങ്ങനെയൊന്നും ഒരിക്കലും മെഡിക്കൽ റെക്കോർഡിൽ ചെയ്യാൻ പാടില്ല. അതിനൊരു രീതിയുണ്ട്. ഈ മെഡിക്കൽ റെക്കോർഡിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ, നമ്മൾ എഴുതുന്നതിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് തിരുത്താൻ കുറേ രീതികളുണ്ട്. അത് ഫോളോ ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമ്മളൊരു സെൻറ്റൻസ് കംപ്ലീറ്റ് സ്ട്രൈക്ക് ദി ഹോൾ സെൻറ്റൻസ്. ഓക്കെ, അത് ജസ്റ്റ് ഒരു വര അങ്ങനെ പാടുള്ളൂ. അങ്ങനെ സ്ട്രൈക്ക് ചെയ്തിട്ട് അവിടെ നമ്മളെ സിഗ്നേച്ചറും ഡേറ്റും ഇടാൻ മറക്കാൻ പാടില്ല. ഓക്കെ, ഇനി ഒരിക്കലും നമ്മൾ വൈറ്റ്നർ യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ തെറ്റ് സംഭവിച്ചാൽ നമ്മൾ വൈറ്റ്നർ യൂസ് ചെയ്യാൻ പാടില്ല. കാരണം ഒറിജിനലി അവിടെ എന്താണ് എഴുതിയത് എന്നുള്ളത് അവിടെ കാണണം. എന്താണ് നമ്മൾ തിരുത്തിയത് എന്നുള്ളത് അവിടെ നമുക്ക് കാണണം എടുക്കുന്ന ആൾക്ക്. ഇനി ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യാനും പാടില്ല. ഓക്കെ, രണ്ടാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ലൈനിലും എഴുതണം, സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മെഡിക്കൽ റെക്കോർഡ് തയ്യാറാക്കുമ്പോൾ ഓരോ ലൈനിലും നമ്മൾ എഴുതണം, അതിൻ്റെ ഇടയിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല ലൈൻസ്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവിടെ മാൽപ്രാക്ടീസ് എന്തെങ്കിലും നടത്താനുള്ള ഒരു ചാൻസ് നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം എഴുതി ചേർക്കാം. അപ്പോൾ അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഒരു വേക്കൻറ്റ് സ്പേസ് ഉണ്ടാവാൻ പാടില്ല. ഇനി ഇലക്ട്രിക് റെക്കോർഡിൽ ചേഞ്ച് വരുത്തുമ്പോൾ ഡിലീറ്റ് ഓപ്ഷൻ കൊടുക്കാൻ പാടില്ല, അവിടെയും സ്ട്രൈക്ക് ചെയ്യാനേ പാടുള്ളൂ. എന്നിട്ട് ന്യൂ നോട്ട് എൻട്രി ചെയ്താൽ അവിടെ ഡേറ്റും ടൈമും ഡോക്ടറിൻ്റെ നെയിമും കൂടി കൊടുക്കണം. ഇനി പേഴ്സണൽ ഡീറ്റെയിൽസിലാണ് ചേഞ്ച് വരുത്തേണ്ടതെങ്കിൽ, അതായത് പേഷ്യൻറ്റിൻ്റെ നെയിം, ഫാദേഴ്സ് നെയിം, അഡ്രസ്, ഇങ്ങനെയുള്ള എന്തിലെങ്കിലുമാണ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടതെങ്കിൽ അത് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. നോട്ടറി അറ്റസ്റ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ്, ഹൂ ഹാസ് ആക്സസ് ടു മെഡിക്കൽ റെക്കോർഡ്. ആർക്കൊക്കെ ഈ മെഡിക്കൽ റെക്കോർഡ് കൈകാര്യം ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ ആക്സസിബിൾ ആണ് എന്നാണ് അടുത്ത പറയുന്നത്. അപ്പോൾ ഈ മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത് ഹോസ്പിറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണ്.
ഹോസ്പിറ്റലിൻ്റെ അല്ലെങ്കിൽ അവിടെയുള്ള മെഡിക്കൽ പ്രാക്ടീഷണറിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ ഒരു കോൺഫിഡൻഷ്യൽ കമ്മ്യൂണിക്കേഷനാണ് ഈ ഒരു മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അതായത് പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ വളരെ രഹസ്യമായിട്ടായിരിക്കും ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇത് ആ പേഷ്യൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ നമുക്ക് മറ്റൊരാൾക്ക് കൈമാറാനോ കാണിക്കാനോ ഒന്നും പാടില്ല. സോ എല്ലാ പേഷ്യൻസിനും ഈ മെഡിക്കൽ റെക്കോർഡ് ആക്സസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. പേഷ്യൻസിന് പേഷ്യൻസ് ഒന്ന് ചോദിക്കുമ്പോൾ മെഡിക്കൽ റെക്കോർഡ് കൊടുക്കാൻ അതോറിറ്റി ബാധ്യസ്ഥരാണ്. സോ പേഷ്യൻ്റ് അല്ലാതെ മറ്റൊരാൾക്ക് ഈ പേഷ്യൻറ്റിൻ്റെ മെഡിക്കൽ റെക്കോർഡ് റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പേഷ്യൻറ്റിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അതായത് ഈ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അവരുടെ അഡ്വക്കേറ്റ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ പേഷ്യൻറ്റിൻ്റെ റിലീസ് ചെയ്യണം എന്നുള്ള ഒരു ഇത് ഇവർക്ക് കൊടുക്കാം എന്നുള്ള ഒരു സൈൻ ചെയ്ത ലെറ്റർ ഈ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ മെഡിക്കൽ റെക്കോർഡ് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം പേഷ്യൻറ്റിന് ആക്സസിബിൾ ആണ്. പിന്നെ പേഷ്യൻറ്റിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിന്, അതായത് സൈൻ ചെയ്ത പേപ്പർ ഇത് റിലീസ് ചെയ്യാം എന്ന് പേഷ്യൻറ്റിൻ്റെ വിശ്വസുള്ള അവർ റിക്വസ്റ്റ് കൊടുത്തിട്ടുള്ള സൈൻ ചെയ്തിട്ടുള്ള പേപ്പർ ഉണ്ടെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനും ഇത് ആക്സസിബിൾ ആണ്. ഇനി അതർ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്, അതായത് ആ ഹോസ്പിറ്റലിലെ മറ്റ് സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, ഇവരുടെ ഡോക്ടർ അല്ലാതെ മറ്റ് സ്റ്റാഫുകൾ, അവർ ഈ പേഷ്യൻറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആണെങ്കിൽ അവർക്കും മെഡിക്കൽ റെക്കോർഡ് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി പേരൻസിന് പേഷ്യൻറ്റിൻ്റെ പാരൻസിന് മെഡിക്കൽ റെക്കോർഡ് ആക്സസിബിൾ ആണോ? അവർക്ക് മെഡിക്കൽ റെക്കോർഡ് കാണാൻ പറ്റും? ഇല്ല. പക്ഷേ പേഷ്യൻ്റ് മൈനർ ആണെങ്കിൽ പാരൻസിന് മെഡിക്കൽ റെക്കോർഡ് ആക്സസ് ചെയ്യാൻ പറ്റും. പാരൻസ് ക്യാൻ ആക്സസ് ദി മെഡിക്കൽ റെക്കോർഡ് ഇഫ് പേഷ്യൻ്റ് ഇസ് എ മൈനർ. ഇനി റോഡ് ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം അങ്ങനെയുള്ള കേസിൻ്റെ കാര്യത്തിന് ഈ മെഡിക്കൽ റെക്കോർഡ് കോർട്ടിൽ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഇംപേഴ്സണൽ ഡോക്യുമെൻറ്റ്സ് മെഡിക്കൽ റിസർച്ചിന് യൂസ് ചെയ്യാം. അതായത് പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ ആ മെഡിക്കൽ റെക്കോർഡ് റിസർച്ച് പർപ്പസിന് യൂസ് ചെയ്യാം. അതായത് എന്താണ് അസുഖം, അതിൻ്റെ കാരണങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യാം. പക്ഷേ അതിൽ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ പാടില്ല. നെക്സ്റ്റ്, റിലീസ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്. എപ്പോഴാണ് ഈ മെഡിക്കൽ റെക്കോർഡ് റിലീസ് ചെയ്യുക? ഇപ്പോൾ ഒരു പേഷ്യൻ്റ് റിക്വസ്റ്റ് ചെയ്തു മെഡിക്കൽ റെക്കോർഡ് റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് 72 hours അതോറിറ്റി ഇത് റിലീസ് ചെയ്യേണ്ടതാണ്, അവർക്ക് കൊടുക്കേണ്ടതാണ്. ഇനി ഈ മെഡിക്കൽ റെക്കോർഡ് റിലീസ് ചെയ്തു എന്നതിനുള്ള ഒരു പ്രൂഫായിട്ട് ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഇത് മെഡിക്കൽ റെക്കോർഡ് റിലീസ് ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുമ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ സൈൻ വാങ്ങിക്കണം. സൈൻ മാത്രം പോലെ അവരുടെ പേരും പിന്നെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കൂടി അതിൽ രേഖപ്പെടുത്തണം. ഇപ്പോൾ മെഡിക്കൽ റെക്കോർഡ് റിലീസ് ചെയ്യുമ്പോൾ ഒരു രജിസ്റ്റർ കീപ്പ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അകത്ത് സൈനും ആ പേഷ്യൻറ്റിൻ്റെ സൈനും പിന്നെ പേരും പിന്നെ അവരുടെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്കും കൂടി വേണം. അതേപോലെ ഈ റെക്കോർഡ്സ് ഒക്കെ കമ്പ്യൂട്ടറൈസ് ചെയ്യണം. അപ്പം ക്വിക്ക് റിട്രീവ് ചെയ്യാൻ പറ്റും. അത് പെട്ടെന്ന് തന്നെ നമുക്ക് റെക്കോർഡ് എടുക്കാൻ പറ്റും. ഫയൽ തപ്പിയെടുക്കുന്നതിനേക്കാളും എളുപ്പമായിരിക്കുമല്ലോ കമ്പ്യൂട്ടറൈസ് ചെയ്താൽ. ഇനി പേഷ്യൻസിന് അവരുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വാങ്ങിക്കാനുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് അവർ കൊടുക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. പേഷ്യൻസിന് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. അതായത് അവരുടെ റെഫറൽ നോട്ട്സ്, അതേപോലെ ഡിസ്ചാർജ് സമ്മറി, ഇതൊക്കെയും അവർക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടതാണ്. അതിന് പ്രത്യേകം ചാർജ് ഒന്നും ഈടാക്കാനും പാടില്ല. പിന്നെ അതേപോലെ പോലീസ് വന്ന് ചോദിച്ചാൽ നമ്മൾ പേഷ്യൻസിൻ്റെ മെഡിക്കൽ റെക്കോർഡ് കൊടുക്കാമോ? പാടില്ല. പോലീസ് കോർട്ട് വാറൻറ്റോട് കൂടിയാണ് വരുന്നതെങ്കിൽ ഈ മെഡിക്കൽ റെക്കോർഡ് കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കരുത്. ഇനി കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർട്ടിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. അത് അവരുടെ വക്കീലിനൊന്നും കൊടുക്കാൻ പാടില്ല, നേരിട്ട് കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്താണ് പണിഷ്മെൻറ്റ് കിട്ടും. പ്രിസ്ക്രിപ്ഷൻ കഴിഞ്ഞാൽ റിപ്പോർട്ട്സ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തത് ഈ ലാബ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ഇല്ലേ, അതാണ്. അപ്പോൾ ലാബ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്